വടക്കനാഥൻ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പറയുന്നത് തേക്കങ്കാട് മൈതാനി കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഐ എം വിജയനാണ്. ഐ എം വിജയനില്ലാതെ നമ്മുടെ ഒരു യാത്ര ആരംഭിക്കുന്നില്ല. തൃശ്ശൂരിൽ നിന്നും ഐ എം വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് വിജയേട്ടാ. അടിപൊളി. ഇതെന്താ ഡയമണ്ട് നെക്ലേസാ? ഇതാരോ ഗിഫ്റ്റ് തന്നാണെന്ന് തോന്നുന്നു. ഡയമണ്ട് നെക്ലേസ് തന്നെ ഒറിജിനൽ തന്നെ. സംഭവം പൊളിയാണ് അല്ലേ? എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? സാധാരണ ഞായറാഴ്ചയൊക്കെ രാവിലെ എന്താ ചെയ്യാ? രാവിലെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാനും കളിക്കാനും ഒക്കെ പോകാറുണ്ടോ? ഞാൻ അവിടെ ജിമ്മിനൊക്കെ പോകും, പിന്നെ അവിടെ പിള്ളേരുടെ കൂടെ കളിക്കും. ഉഷാറാണ് സാർ. ഈ പൂരം ഒഴിഞ്ഞു വരുന്ന ഒരു തൃശ്ശൂരിന് വേറൊരു ഭംഗിയാണ്. പൂരത്തിന് വേറൊരു ഭംഗി, പൂരം മാറി നിൽക്കുന്ന തൃശ്ശൂരിന് വേറൊരു ഭംഗി. വടക്കാൻ്റെ കൂടെ ഒരു കാലത്തൊക്കെ വന്നിരിക്കാന്ന് പറഞ്ഞാൽ സാർ ഇപ്പോൾ ലൈവ് ഇങ്ങനെ കൊടുക്കണില്ലേ സാർ, അത് ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു വേറെ വൈബാണ് സാർ. പോസിറ്റീവ് വൈബാ ഇവിടെ മൊത്തത്തിൽ. തൃശ്ശൂരിന് പോസിറ്റീവിന്റെ ഒരു കുറവുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ പോസിറ്റീവ് ആരാവും എന്നുള്ളതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പൊക്കെ സജീവമാണ്. പ്രദേശത്തൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നൊന്നും ചോദിക്കുന്നില്ല. കാര്യം ഐ എം വിജയനെ സംബന്ധിച്ച് പാർട്ടി ഭേദമന്യേ എല്ലാവർക്കും ഐ എം വിജയനെ ഇഷ്ടമാണ്. മോഹൻലാലൊക്കെ പറയുന്ന പോലെ എന്തോ ഇഷ്ടമാണ് വിജയേട്ടനെ. തീർച്ചയായിട്ടും സാർ, നമുക്ക് പാർട്ടി നമ്മുടെ മനസ്സിലേക്കുള്ളതാണ് സാർ. നമുക്ക് എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടമാണ് സാർ. ഇപ്പോൾ ആരുടെ അടുത്ത് പോയാലും, ഇപ്പോൾ എനിക്ക് സഖാവിൻ്റെ അടുത്ത് പോയാലും, ഉമ്മൻചാണ്ടി സാറിലൊപ്പം പോയാലും, ഇപ്പോൾ ചെന്നിത്തലയിലൊപ്പം പോയാലും, BJPയുടെ അടുത്ത് ആരുടെ അടുത്ത് പോയാലും നമുക്ക് അത് മതി സാർ. ആ ഒരു സ്നേഹം മാത്രം മതി. അല്ലാണ്ട് പാർട്ടി നമ്മുടെ മനസ്സിലേക്കുള്ളതാണ് സാർ.